വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് ചുമതലയേറ്റു. കെ.പി.സി.സി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഒ.ജെ. ജനീഷ് സംസ്ഥാന അധ്യക്ഷനായും ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റായും ചുമതലയേറ്റു. കെ.പി.സി.സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രതീക്ഷിക്കാത്ത ഘട്ടത്തിലാണ് ഈ സ്ഥാനം ഏറ്റെടുത്തതെന്ന് ജനീഷ് പറഞ്ഞു. ഒരിക്കലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ കഴിയുമെന്ന് കരുതിയിട്ടില്ല. ഇനിയുള്ളത് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണെന്നും വളരെ പെട്ടെന്ന് തന്നെ സർക്കാരിനെതിരായ സമരപരിപാടികൾ ആലോചിക്കുമെന്നും എല്ലാ രീതിയിലും പരാജയപ്പെട്ട സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഭരണ തുടർച്ചയ്ക്ക് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മലിനമാക്കാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമാണ് പിണറായി സർക്കാർ എന്നും ജനീഷ് പറഞ്ഞു. കാരണം ഒരിക്കലും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരാൻ സാധിക്കുമെന്ന് ഈ സംഘടനയുടെ ഒരു പ്രാഥമിക അംഗമായി പ്രവർത്തിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും കരുതിയിട്ടുള്ളതല്ല. KSU യൂണിറ്റ് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിത്വത്തിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ ഈ സന്ദർഭം വരേക്ക് കടന്നു വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ എന്നോടൊപ്പമുള്ള എല്ലാ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ സംബന്ധിച്ചും ഒരു വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു നാളുകളാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത്. ഇവിടെ നേരത്തെ സ്വാഗതം ആശംസിച്ചവരും അതോടൊപ്പം തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും എല്ലാവരും സൂചിപ്പിച്ചു. വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് ഈ സംസ്ഥാനത്തിനകത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ സംസ്ഥാനത്തിനകത്തിന് തുടരാനുള്ള സാധ്യതയുള്ളൂ. അതിനുശേഷം വരാനിരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ഒരു പുനഃസംഘടന ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. ഇന്നേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമരപരിപാടികളുമായും അതോടൊപ്പം ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുമായും നമ്മൾ സംഘടനാ രംഗത്തും സമരരംഗത്തും ഒരുപോലെ തന്നെ സജീവമായി മുന്നോട്ട് പോകും. 6-7 മാസങ്ങൾക്കപ്പുറം ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ സംസ്ഥാനത്തിനകത്ത് നടത്തപ്പെടുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വലിയ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് തിരിച്ച് അധികാരത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. അതിന് നമുക്ക് മുമ്പിൽ അവശേഷിക്കുന്നത് മാസങ്ങൾ മാത്രമാണ്. ഓരോ മണിക്കൂറും നമ്മളെ സംബന്ധിച്ച് നിർണായകമാണ്. ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ച് നിർണായകമാണ്. സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സർക്കാരിനെ സംബന്ധിച്ച് സമരങ്ങൾക്ക് സാധ്യതകൾക്ക് ഒരു കുറവുമില്ലാത്തൊരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സമരവുമായി തെരുവിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചാൽ ഒരു ദിവസം പോലും അവധിയെടുക്കാതെ നിരന്തരമായി സമരം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇങ്ങനെ സുലഭമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. എല്ലാ രീതിയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിനകത്ത് ഭരണത്തിലിരിക്കുന്നത്. 9 വർഷക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടർച്ചയായ ഈ ഭരണം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിനെ തുല്യമായ രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു ഭരണ തുടർച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എത്രമാത്രം മലീമസമാക്കും എന്നുള്ളതിൻ്റെ ഒരു ഭരണ തുടർച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് എത്രത്തോളം വ്യതിചലിച്ചു പോകാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് വെസ്റ്റ് ബംഗാളിൽ പുറത്താക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും ഇപ്പോൾ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ സർക്കാർ ഈ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ പറഞ്ഞ നയങ്ങളിലോ നിലപാടുകളിലോ ഉറച്ചു നിൽക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല. അവരുടെ മുന്നണിയുടെ നയരൂപീകരണങ്ങളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ പോലും അവർക്ക് ഉറച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിലെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്.